ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് പാത്രീഭവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ രക്ഷ. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന വാക്യം. ഒന്നാമതായി, എന്തെന്നാൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സുവിശേഷത്തിൻ്റെ ശക്തമായ സംക്ഷിപ്തമായ പ്രഖ്യാപനമായി വളരെ കാലമായി ആഘോഷിക്കപ്പെടുന്ന ബൈബിളിലെ ഏറ്റവും മനോഹര വാക്യമാണത്. 31,102 വാക്യങ്ങളിൽ സുവിശേഷീകരണത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഒറ്റ വാക്യമാണത്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷ്യം നാം പഠിക്കുകയാണ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നതിന് മുൻപ് ലോകം തന്നിലേക്ക് തിരിയുന്നത് വരെ ദൈവം കാത്തിരുന്നില്ല. അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകമായിരിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുകയും നൽകുകയും ചെയ്തു. രണ്ടാമതായി, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: നിങ്ങൾ വീണ്ടും ജനിക്കണം. നിക്കോദേമോസിനോട് യേശു പറഞ്ഞത് രക്ഷയിലേക്കുള്ള വഴിയെക്കുറിച്ച് ഉള്ള ജനപ്രിയ യഹൂദ ആശയത്തെ നിരാകരിക്കുന്നു. ഇപ്പോൾ രക്ഷയുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ജനപ്രിയ യഹൂദ ആശയത്തെ യേശു നിരാകരിച്ചു. കാരണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരർത്ഥത്തിൽ നാം വീണ്ടും ജനിക്കുവാൻ കാത്തു നിൽക്കാതെ ദൈവം തന്നെ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ജനിക്കുവാൻ കാരണമായി തീർന്നു. 3, ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന് അന്നത്തെ യഹൂദർ ചിന്തിച്ചിരുന്നില്ല. അവരിൽ പലരും കരുതിയത് ദൈവം ഇസ്രായേലിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നാണ്. യേശുവിലുള്ള രക്ഷയുടെയും ജീവിതത്തിൻ്റെയും സാർവത്രിക വാഗ്ദാനം വിപ്ലവകരമായിരുന്നു. 4, ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതാൻ യഹൂദൻ തയ്യാറായിരുന്നു. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന് ഏതെങ്കിലും യഹൂദ എഴുത്തുകാരൻ പറയുന്ന ഒരു ഭാഗം ഉദ്ധരിക്കപ്പെട്ടതായി കാണുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ മനുഷ്യവർഗത്തെയും ആശ്ലേഷിക്കാൻ കഴിയുന്നത്ര വിശാലമാണെന്നത് വ്യതിരക്തമായ ഒരു ക്രിസ്തീയ ആശയമാണ്. 5, സ്നേഹത്തിന് 3 കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതിപ്രകാരമാണ്: 1, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, യോഹന്നാൻ 3:16. 2, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചു, എഫേസ്യർ 5:25. 3, എന്നെ സ്നേഹിച്ച ദൈവപുത്രൻ, ഗലാത്യർ 2:20. രണ്ടാം തലം, അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനത്തെയും ദാനത്തെയും വിവരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം വീണുപോയ ഒരു ലോകത്തിൻ്റെ ദുരവസ്ഥയിൽ മാത്രമല്ല തോന്നിയത്. ദൈവം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അത് അവൻ ഏറ്റവും വിലയേറിയ കാര്യം നൽകിക്കൊണ്ടാണ്. അത് അവൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നൽകിക്കൊണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർ, ഈ വാക്യം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുന്ന ആളെയാണ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, എന്നാൽ പിതാവ് നൽകിയ ദാനമായ യേശുവിൽ വിശ്വസിക്കുന്നതുവരെ ലോകം ആ സ്നേഹത്തിൽ നിന്ന് സ്വീകരിക്കുകയോ
പ്രയോജനം നേടുകയോ ചെയ്യുന്നില്ല. ഭൗതിക അവബോധം അല്ലെങ്കിൽ ഉടമ്പടി എന്നിവയേക്കാൾ കൂടുതൽ അർത്ഥമാക്കുന്നത് വിശ്വസിക്കുന്നു അഥവാ വിശ്വസിക്കുക, ആശ്രയിക്കുക, മുറുകെ പിടിക്കുക എന്നൊക്കെയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ധ്യാനം അല്ലെങ്കിൽ ഇഷ്ടം എന്നത് നശിക്കരുത് എന്നാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഉദ്ദേശത്തെ വിവരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ മനുഷ്യനെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നു. വീണുപോയ മനുഷ്യത്വത്തെ ദൈവം നോക്കുന്നു. അത് നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവൻ്റെ സ്നേഹത്തിൽ അവൻ യേശുക്രിസ്തുവിൽ രക്ഷയുടെ ദാനം നീട്ടുന്നു. അതാണ് നിത്യജീവൻ. അത് ക്രിസ്തുവിലൂടെ നമുക്ക് സ്വന്തമാക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നമ്മുടെ അരികിലേക്ക് അയച്ചു എന്നതാണ് രക്ഷയുടെ ഏറ്റവും വലിയ ദൈവ പദ്ധതി. പ്രിയരെ, ക്രിസ്തുവിലൂടെ നിത്യജീവൻ സ്വന്തമാക്കുകയും നിത്യജീവൻ പകർന്നേകുകയും ചെയ്യുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.